ഹായ് എവരിവൺ, നമ്മുടെ ഭൂട്ടാൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്ലസൻറ്റ് വെതറാണ്, നല്ല കൂളായിട്ടുള്ള വെതർ. ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മൗണ്ടൻസൊക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഭൂട്ടാനിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൗണ്ടൻസൊക്കെ കാണുന്നതും ഒക്കെ ഒരു ഭംഗിയായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും റെഡിയായി, കാരണം രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മളെപ്പോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ട്രാവലിംഗ് ആണ്. അത് ഡൽഹി പോലീസിലുള്ളവരാണ് ഇവരെല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് ട്രിപ്പ് ഡൽഹിയിലേക്ക് വരൂ, ഞങ്ങൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരാമെന്ന്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ്സം വന്നിട്ട് നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ വണ്ടിയിലേക്കൊക്കെ എടുത്തു വെക്കുകയാണ്. അങ്ങനെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു അവരുമായിട്ട്, ഡൽഹി പോലീസുകാരുമായിട്ട്. അവർക്ക് ഭയങ്കര അതിശയട്ടോ, നിങ്ങളിങ്ങനെ ടീച്ചേഴ്സ് ലേഡീസ് ഉള്ളി, അവർ ലേഡീസ് ഉള്ളിയല്ല, അവർ ജെൻസ്, അവരുടെ ഹസ്ബൻഡുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല കാര്യമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഇത് കണ്ടില്ലേ, ഇതാണ് ഇന്ത്യ ഭൂട്ടാൻ. അത് കണ്ടില്ലേ, ഈ ഭാഗത്താണ് ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും കൂടെ അതിരായിട്ട് വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഭൂട്ടാൻകാർ നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ്. ഇവരുടെ ഒരു സ്കാർഫാണ് ഈ തരുന്നത്. ഈ സ്കാർഫിൻ്റെ പേര് കാതാർ എന്ന് പറഞ്ഞിട്ടാണ്, KATAR, കാതാർ. ഇത് തന്നിട്ടാണ് ഇവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും ഈ വൈറ്റ് കളറിൽ ഈ സ്കാർഫ് തരും. ഇത് നമ്മൾ ഇടണം. ഇതിങ്ങനെ ഇട്ടിട്ട് പോയാൽ തന്നെ അറിയാം നമ്മൾ ഭൂട്ടാനിലേക്ക് വരുന്നത്. അവർ നമുക്ക് റെസ്പെക്റ്റോടെ തരുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഇത് വാങ്ങിക്കുകയാണ് ഭയങ്കര റെസ്പെക്റ്റോടെ. അതായത് നമ്മൾ 10 പേര് ചേർത്ത് ഒരു ടീമാണല്ലോ പോയത്, അങ്ങനെ 10 പേർക്കും ഈ സ്കാർഫ് കൊടുക്കും. അങ്ങനെ അത് ഭയങ്കര റെസ്പെക്റ്റോടെയും അവർ തരുന്ന ഒരു രീതിയൊക്കെ ഭയങ്കര രസമാണ്. അത്രയും റെസ്പെക്റ്റോടാണ് അവർ തരുന്നത്. ഇത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോകുമ്പോഴും ഇത് നമുക്ക് ജസ്റ്റ് സ്കാർഫ് പോലെ ഇടുകയും ചെയ്യാം. നല്ല പ്യുവർ വൈറ്റ്, ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണത്. അപ്പോൾ അതിലാണ് നമുക്കിത് തരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് വാങ്ങിച്ചു, ഭയങ്കര ഹാപ്പി ആയിട്ട്. അത് നല്ല രസമായിട്ടോ, നമ്മളിങ്ങനെ കഴുത്തിലിങ്ങനെ ഇടാനായാലും നല്ലൊരു മെറ്റീരിയലാണ്. അങ്ങനെ ഇതാണ് അവരുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇമിഗ്രേഷൻ പ്രോസസ്. Thimphu is the capital city of Bhutan. So our main income generated from the hydropower station, followed by tourism. And usually we don't have much population in our country. We have around 7 lakhs of population. Out of 7 lakhs, 70% depends upon the agricultural product, and rest 30% are employed who works under government, private sector, and armed officer. So out of that, our main goal is to produce from the hydro. If you didn't go to college, we have to explain ourselves. If they go to college, so government college will include us. ഇവിടെയൊക്കെ നമുക്ക് ചെക്കിംഗ് ഉണ്ട്. അതായത് നമ്മളിവിടെ വന്ന ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം എടുത്തല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നതിന് മുന്നേ, നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഇവരെന്തൊക്കെയോ കാർഡുകളൊക്കെ എല്ലാം നമ്മുടെ ആ ഗൈഡ് നോക്കുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു ദിവസം ഇമിഗ്രേഷൻ്റെ ടൈമിൽ മാത്രം നമ്മൾ അവരുടെ കൂടെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ചെക്കിംഗ് ഉണ്ട്. ഗൈഡാണ് അതെല്ലാം നോക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഡ്രൈവർ, നല്ലൊരു ഡ്രൈവറായിരുന്നു. അത് ഈ ഭാഗത്തൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എല്ലാ ഹെയർ പിൻ വളവുകളാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലയിടത്തും ട്രിപ്പ് പോകുമ്പം ഒരു 21 ഹെയർ പിൻ അല്ലെങ്കിൽ 41 ഹെയർ പിൻ അങ്ങനെയല്ലേ. ഇതങ്ങനെയല്ല, ഫുൾ റോഡും ഹെയർ പിന്നുകളാണ്. അപ്പോൾ ഇവിടെ കൂടെയൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സാഹസ യാത്രയാണ്. അതുകൂടാതെ ഭയങ്കര പ്രത്യേകത ഭൂട്ടാനിൽ ഞാൻ കണ്ടത്, ഇവരാരും ഹോൺ അടിക്കില്ല എന്നുള്ളതാണ്. ഭയങ്കര സ്പീഡ് കുറച്ചാണ് വണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിൻഷോളിങ്ങിൽ നിന്ന് നമ്മൾ ടിംഫുവിലേക്കാണ്. അതായത് ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞില്ലേ, ഇവിടെ അവർക്ക് 20 ഡിസ്ട്രിക്ട്സാണ് ടോട്ടലുള്ളത്. അതിൽ ക്യാപിറ്റൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതാണ് ടിംഫു. അപ്പോൾ നമ്മൾ ടിംഫുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിംഫുവിലേക്ക് പോകാൻ വേണ്ടി ഈ ഫിൻഷോളിങ്ങിൽ നിന്ന് ഒരു 4 hours ജേർണി ഉണ്ട്. 4 hours നമ്മൾ പറഞ്ഞാലും ഇവർ 5 to 6 hours എടുക്കുന്നുണ്ട് ട്രാവൽ ചെയ്യാൻ. ബിക്കോസ് ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ ഭയങ്കര സ്ലോയിലും, പിന്നെ ഇവർക്ക് ഹോൺ അടിക്കാൻ പറ്റില്ല.
പിന്നെ പല റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇവർ ഫോളോ ചെയ്തിട്ട് ഇവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് പല സ്ഥലങ്ങളിലും പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഒരു സ്തൂപ കാണാൻ പോവാണ്. സ്തൂപ എന്ന് പറഞ്ഞാൽ 8 സ്തൂപാസ് ചേർന്നതാണ്. അത് ബുദ്ധൻ്റെ ലൈഫ് ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഗൈഡ് നമുക്ക് റെസ്ട്രിക്ഷൻസ് തരുമായിരുന്നു. ഈ സ്തൂപയിലൊന്നും നമ്മൾ കയറി നിൽക്കാൻ പാടില്ല, നമുക്ക് വീഡിയോസ് എടുക്കാം, കയറി ഇരിക്കാനും പാടില്ല, ജമ്പ് ചെയ്യാൻ പാടില്ല, ക്ലൈംബ് ചെയ്ത് മുകളിൽ കയറാൻ പാടില്ല, അതിലിരിക്കാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ഇതാണ് 8 സ്തൂപാസ് എന്ന് പറഞ്ഞത്. ഇതിന് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഈ കാണുന്നതാണ് ഈ ഫോട്ടോ കേട്ടോ. 4 ആനിമൽസിൻ്റെ സ്റ്റോറി പറയുന്ന. ഇതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഗൈഡിനോട് ചോദിച്ചിരുന്നു ഇതെന്താ ഇവിടെ എല്ലായിടത്തും വെക്കുന്നതെന്ന്. എവിടെ നോക്കിയാലും ഈ ഫോട്ടോ കാണും കേട്ടോ. ഇതാണ് സ്തൂപാസ്. അപ്പോൾ നമ്മൾ സ്തൂപയുടെ അകത്തേക്ക് കയറി. ഇവിടെ നിറയെ ചെടികളുണ്ട്. ഈ ഭൂട്ടാനിലുള്ള ചെടികൾക്കൊക്കെ ഭയങ്കര ഒരു ഡാർക്ക് കളറാണ്. പൂക്കളായാലും ഇലകളായാലും നമ്മൾ കാണുന്ന ഒരു കളറല്ല, ഭയങ്കര ഡാർക്ക് കളറാണ്. അപ്പോൾ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഈ സ്തൂപയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം നമ്മളിത് കാണാമെന്ന്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതല്ല, ഇതാണ് ലാസ്റ്റ് സ്തൂപ. ഫസ്റ്റ് സ്തൂപ എന്ന് പറയുന്നത് ഫസ്റ്റിൽ കാണുന്നതാണ്. അതായത് അവിടെ ചെന്ന് കഴിയുമ്പം ഈ 8 എണ്ണവും ഈ ബുദ്ധൻ്റെ ലൈഫ് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഫസ്റ്റ് സ്തൂപ പറയുന്നത് അത് ജനിക്കുന്നത് തൊട്ട് പിന്നെ വളർന്നതും, അമ്മയുടെ നിന്ന് ജനിച്ചത്, അമ്മയുടെ കഥ, പിന്നെ അമ്മ മരിക്കുന്നതിൻ്റെ കഥ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ബുദ്ധൻ നിർവാണ പോസ്റ്റിൽ എത്തുന്നത്, അതുവരെയുള്ള സ്റ്റോറീസാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Lotus Stupa, as we already know that Gautama Buddha was born from the right armpit from the Queen Mahadevi. As soon as he was born, he started to work 7 steps in 4 directions. And each step of the footprint of Gautama Buddha, it is said that the lotus flower will bloom. That's why it is constructed according to the pathmark of the Gautama Buddha. The second one, it represents the stupa of enlightenment. So at the age of 35, Buddha got the enlightenment after defeating the evil forces named as King Mara. So this second stupa represents the enlightenment of Buddha. Third stupa represents the many curtain of many doors, which means when Buddha got the enlightenment at the age of 45, at the age of 45, Buddha decided to give his dharma to his followers. That the third stupa represents the stupa of many doors. The fourth stupa represents the curtain of miracles. So when Buddha got the enlightenment, he performed spiritual things and subdued the evil forces. So the fourth stupa represents the curtain of miracles. And the fifth curtain represents the ladder act between the mother and the Gautama Buddha. So after the birth of Gautama Buddha, they say that his Queen Mahadevi, the mother of Buddha, passed away, and she was in other realms. So at the age of Buddha got enlightenment, he went to the other realms to give dharma to his mother. So this curtain act between the ladder to mother and the son. So in the middle you can see it's the same as the ladder, and this curtain represents curtain of reconciliation, where in the place called Magadha, there was dispute between people of Magadha and followers, and the person went there and solved the dispute. So this curtain represents to the mark of Buddha, and this 7 stupa represent the curtain of complete victory. It means victory over the evil forces. And lastly, this curtain represents the curtain of Parinirvana. Nirvana. At the age of 80, I attend to the Parinirvana in a place called Kushinagara. So these are the 8 types of stupa. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കേട്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒന്നും ഈ പ്രശ്നമില്ല. എനിക്കിങ്ങനെ ഹൈറ്റ്, ഇങ്ങനെ വളഞ്ഞ റോഡുകളൊക്കെ, അത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഭയങ്കര ഒരു വോമിറ്റിംഗ് സെൻസേഷൻ. അതിന് ഫുഡൊന്നും കഴിക്കാനേ തോന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു സാധാരണ ഒരു ഹോട്ടൽ, ഇവിടുത്തെ സ്റ്റൈൽ ഒരു ഹോട്ടലിലേക്ക്, ഭൂട്ടാനീസ് സ്റ്റൈൽ ഹോട്ടലിലേക്ക് കിട്ടി. ഇവിടെ പക്ക നമ്മുടെ ഭൂട്ടാൻ സ്റ്റൈൽ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ത്യൻ ഫുഡൊന്നും അധികം അവൈലബിൾ അല്ല. ഇതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കറി ഉണ്ടല്ലോ, ഇവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു കറി, എമാദാശി,
ആ യമാദാശിയുടെ മണമാണ് കേട്ടോ ഇവിടെ കയറുമ്പോൾ. അപ്പം നമ്മൾ ഇതുവരെ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ആദ്യം യമാദാശി മേടിച്ച് അതിൻ്റെ ടേസ്റ്റ് ചെയ്യാമെന്ന്. അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ത് രസമാണെന്നറിയോ. ആ വിൻഡോയിൽ കൂടി കാണുന്നുണ്ട്. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്, ലേക്ക് ഡാം. അങ്ങനെ നമ്മൾ മേടിച്ചതാണ് ഇതെന്താ നമ്മൾ പറയുന്ന എന്താണ്, നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ചൗമീൻ എന്ന് പറയില്ലേ ഇവരുടെ ചൗമീൻ. ഇതാണ് യമാദാശി. നമ്മൾ കറി മേടിച്ചു. ഒരു കറി മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. നല്ലതാണ്, ടേസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ പേരും ഇതാ പച്ചമുളകും ചീസും ഗാർലിക്കും കൂടി ഇട്ടൊരു കറിയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഡാലും ചപ്പാത്തിയും കുറച്ച് ഇവരുടെ മുളകിട്ട ഒരു ചട്നി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ചട്നിക്ക്. ആ ചട്നി എന്ന് പറയുന്നത് മുളക് ഫ്രൈ ചെയ്തിട്ട് അത് പൗഡർ ആക്കിയിട്ട് അതിലേക്ക് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ്, അത് ക്യാരറ്റ്, ക്യാബേജ്, ഓനിയൻ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ശകലം ഓയിലും കൂടി ഒഴിച്ചാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ കറിക്ക്. നമ്മൾ ആ വൊമിറ്റ് ചെയ്തിട്ട് ഭയങ്കര ടയേർഡായിരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സ്പൈസി ആയിട്ട് കഴിക്കാൻ തോന്നി. എന്നിട്ട് അത് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് തോന്നി. അതെല്ലാം കഴിച്ചു. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇതാ ഒരു വാട്ടർഫോൾസ്, നല്ല മനോഹരമായ വാട്ടർഫോൾസ് കേട്ടോ. അത് ചെറിയൊരു വാട്ടർഫോൾസ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നേച്ചറിൻ്റെ റിയൽ ബ്യൂട്ടി കാണണമെങ്കിൽ ആക്ച്വലി ഇവിടെ തന്നെ പോകണം. എന്തൊരു ഭംഗിയ, എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കണ്ടോ വാട്ടർഫോൾസ് കണ്ടില്ലേ. കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ വേഗം പോകണം, നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഹോട്ടലിൽ എത്തണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ പോയി. ഈ റോഡുകളൊക്കെ എത്തിയപ്പം ഭയങ്കര പേടി തോന്നി. അതായത് ഇത് കണ്ടില്ലേ, ഈ റോഡിൻ്റെ സൈഡിലൊന്നും നമ്മൾ ഈ റോഡ് പണി നടക്കുന്നുള്ളൂ. ഒരു ശകലം ഈ സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എക്സ്പേർട്ടായിട്ട് ഡ്രൈവേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ താഴേക്ക് വീണ് പോകും. ഇത് കണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്കിത് ഇങ്ങനെ വളഞ്ഞ് പോകുന്ന കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും. കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടി. എനിക്ക് ഈ റോഡൊക്കെ എത്തിയപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വരാ ഇതെങ്ങനെ പോവും, ഇത് ക്രോസ് ചെയ്യും. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതെന്താ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇവിടെ റോഡിൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ്. അതായത് ലാൻഡ് സ്ലൈഡൊക്കെ എപ്പോഴും ആകുന്ന ഒരു സ്ഥലമാണ്. എപ്പം മഴ പെയ്താൽ അപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ആവും. കാരണം രണ്ട് സൈഡുകളിലും ഇങ്ങനെ പാറകൾ, ഇത് കണ്ടു, ഒരു സൈഡിൽ പാറ, ഒരു സൈഡിൽ ഇങ്ങനെ താഴ്ച. ഇങ്ങനെയാണ് റോഡ്. ഭയങ്കര ചെറിയ റോഡുമാണ്. പക്ഷേ ഇവിടുത്തെ ഡ്രൈവിങ് കേട്ടോ, ഇവിടെ ഒന്നും അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം ഇവിടെ നല്ല ശ്രദ്ധിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത് എല്ലാവരും. ഏത് ടേണിങ്ങിൽ നമുക്ക് ആക്ച്വലി ഈ ടേണുകളൊക്കെ എത്തുമ്പോൾ ഹോൺ അടിച്ചില്ലെങ്കിലോ മറ്റു വണ്ടിക്കാർ കാണില്ലേന്നൊരു തോന്നൽ വരില്ലേ. പക്ഷെ ഇവർ ഹോൺ അടിക്കില്ല. അതാണ് നമ്മൾക്ക് അതിശയം തോന്നുന്നത്. ഈ ടേണിങ്ങൊക്കെ എടുക്കുമ്പോഴായാലും ഇവർ ഹോൺ അടിക്കുന്നില്ല. എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ മൗണ്ടൻസൊക്കെ കാണാൻ വേണ്ടി. ഒരു സൈഡ് ഇതാ ലേക്കാണ് കേട്ടോ, ഇപ്പുറത്തെ സൈഡിൽ ലേക്ക് ഈ കാണുന്നത്. ഇവിടെ മൗണ്ടൻ, വലിയ വലിയ മൗണ്ടൻ. ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയും തോന്നും. പക്ഷെ അത്രയും മനോഹരമാണ്. കാരണം മഴയൊക്കെ പെയ്താൽ ലാൻഡ് സ്ലൈഡ് ആയി കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് കണ്ടു, ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. പക്ഷേ രണ്ട് കൂട്ടരും ഹോൺ അടിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് കണ്ടില്ല, ഈ കല്ലുകൾ കണ്ടോ, ഈ കല്ലുകളുടെ ഇടയിൽ ചെറിയ ചെറിയ സ്തൂപത്തിൻ്റെ കൂട്ടർ ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. എല്ലായിടും കാണും, എല്ലാ മൗണ്ടിൻ്റെ ഇടയിൽ ചെറിയ കേവ് പോലുള്ള ഭാഗത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ ഇത് വാങ്ങിയിട്ട് പ്രെയർ ചെല്ലുമെന്ന്. അതായത് അവരുടെ നെഗറ്റീവ് എനർജീസ് എല്ലാം ഇവർ കൊണ്ടുപോയി ഈ മൗണ്ടൻ്റെ സൈഡിൽ ഈ സ്തൂപത്തിൽ ഇങ്ങനെ നമ്മൾ പറയില്ല ആവാഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്തൂപത്തിൽ പ്രെയർ ചെയ്തിട്ട് ഇതിലേക്കാക്കി അവരുടെ നെഗറ്റീവ് എനർജി ഇവരെ കൊണ്ടുപോയി കളയുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ഇത് കണ്ടില്ലേ, കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെയാണ് രണ്ട് നദികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലം. അതായത് പാച്ചു വാച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് നദികൾ തമ്മിൽ ഇവിടെ വരുമ്പോൾ അത് ഒരുമിക്കും. ആ നദികൾ ഒരുമിക്കുന്ന സ്ഥലത്ത് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ആക്സിഡൻറ്റുകളോ എന്തെങ്കിലും മരണങ്ങളോ ഒക്കെ കുറേ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് കാണാം 3 ബിൽഡിങ് കാണാൻ പറ്റും. അതായത് ഇവിടെ ഈ 3 ബിൽഡിങ്ങുകൾ പണിതതിന് ശേഷം 3 ബിൽഡിങ് നമുക്ക് ആ കോർണറിൽ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ആ ഭാഗത്താണത്. ആ ഭാഗത്ത് 3 ബിൽഡിങ് പണിതതിന് ശേഷം ഇവിടെ അങ്ങനത്തെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്. അതായത് ടിംഫു, ടിബറ്റ്, ഇവിടെ ടിംഫു അല്ല, നമ്മുടെ ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാൾ, ഈ 3 സ്ഥലത്തെ ദൈവങ്ങളെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ബുദ്ധൻ്റെ തന്നെ പ്രതിഷ്ഠകളാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ ആക്സിഡൻറ്റോ മരണങ്ങളോ ഒന്നും ഇല്ലാതായി. അതിന് മുന്നേ സമയത്ത് ഈ ഭാഗത്ത് എപ്പോഴും മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു എന്ന്. ഇതാണ് ആ ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നിന്നാണ് അവർക്ക് ഒരു ടേണിങ് വരുന്നത്. ആ സൈഡിലേക്ക് പോകുമ്പോൾ പാറോ, ഈ സൈഡിലേക്ക് പോകുമ്പോൾ ടിംഫു, അങ്ങനെ പല ഡിസ്ട്രിക്റ്റിലേക്കുള്ള വഴിയാണ്. ഇത് ഇവിടെ എവിടെ നോക്കിയാലും നമ്മുടെ കിങ്ങിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് കിങ്. ഇവിടുത്തെ കിങ് ഇപ്പോഴത്തെ യങ്ങസ്റ്റ് ആയിട്ടുള്ള കിങ്ങും വൈഫുമാണ്. എവിടെ നോക്കിയാലും അവരുടെ ഫാമിലി ഫോട്ടോയാണ്. എവിടെ കടകളിലായാലും വീടുകളിലായാലും എല്ലായിടത്തും നല്ല മനോഹരമായി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള
ബ്രിഡ്ജ്. നദികളിൽ നോക്കിയാലായാലും പുഴകളിൽ എവിടെ നോക്കിയാലും അഴുക്കുകളോ പൊടികളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നുമില്ല. എന്തൊരു മനോഹരമാണെന്നറിയോ ഇവിടുത്തെ ബ്രിഡ്ജൊക്കെ കാണാൻ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ടയേർഡായി ഈ ട്രാവലിങ്. പക്ഷെ കാണാൻ ഭംഗിയുള്ള കാരണം നമുക്ക് ഒരു എനർജിയാണ് ആക്ച്വലി. എത്ര ടയേർഡായാലും നമ്മളിതാ ഇവിടെ നമ്മുടെ ഹോട്ടലെത്തി. ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ എന്തായിരുന്നു വൈറ്റ് താര, ഹോട്ടൽ വൈറ്റ് താര എന്ന് പറഞ്ഞിട്ട് ഹോട്ടലാണ്. ഇവിടെ ടിംഫുലാണ് ഇത്. അപ്പം നമ്മൾ 2 ദിവസം ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നും നമ്മൾ നാളെയും ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ വേറൊരു വെൽക്കമിങ് ആയിരുന്നു. എല്ലായിടും ലേഡീസാണ് കേട്ടോ ഇവിടെ നല്ല സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നത്. എവിടെ നോക്കിയാലും ഹോട്ടൽസിലായാലും കൂടുതലും ഒരു 90% ലേഡീസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു വെൽക്കം ഒക്കെ കിട്ടി. ഇവർ തന്നെയാണ് നമ്മുടെ ലഗേജ് എടുത്തുകൊണ്ട് പോകുന്നതും മാക്സിമം കാര്യങ്ങൾ ഇവർ തന്നെയാണ്. ഇവരുടെ ഡ്രസ്സിങ് കണ്ടില്ലേ, ഇവർ ഈ ഡ്രസ്സ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് അവരോട് തോന്നും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടീ ആണ്. അത് ജിഞ്ചർ ടീ ആണ്. ഒരു കട്ടൻ ചായയിൽ ജിഞ്ചർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ടയേർഡായി നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ തണുപ്പത്ത് ഈ ചൂട് ജിഞ്ചർ ടീ അങ്ങോട്ട് കുടിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തതിൻ്റെ എല്ലാ ടയേർഡ്നെസ്സും മാറി. എന്തൊരാശ്വാസമായിരുന്നു എന്നറിയോ. അതിന് ശേഷം എന്താ നമ്മൾ റൂമിലെത്തി. നമ്മളൊരു 5:30 6 o'clock ആയി, സന്ധ്യ ആകാറായി അപ്പോഴത്തേക്ക് നമ്മൾ എത്തിയത്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ റൂമുകളും 5 റൂം ഇവിടെ അങ്ങനെ തന്നെയാണ്. എല്ലാ റൂമിലും 2 പേര് വെച്ചിട്ടാണ്. എല്ലാ റൂമും നല്ല ഭംഗിയുള്ള റൂംസായിരുന്നു കേട്ടോ. ഇവിടെ ആയാലും എവിടെ ആയാലും. ഇവിടെ പിന്നെ അങ്ങനെ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ എ സിയും ഈ ടിംഫുവിലൊന്നും നമുക്ക് എ സിയും പോലും ഇല്ലായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ് ഇവിടെ. പിന്നെ അവർ നമുക്ക് ഹീറ്റർ തന്നിട്ടുണ്ടായിരുന്നു തണുപ്പാവുകയാണെങ്കിൽ ഇതൊക്കെ വേണ്ടി. നല്ല ബാത്റൂമുകളും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതായിരുന്നു. അത് ഭയങ്കര ഒരു ആശ്വാസം. ആദ്യം നമുക്ക് അറിയേണ്ട ബാത്റൂം നീറ്റാണെന്നാണല്ലോ. ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ക്ലീൻ ആയിട്ട് കണ്ടു. ഇവിടെ ഇങ്ങനെ ഷവറിങ് സെപ്പറേറ്റ് ഒക്കെ ആയിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഹോട്ട് വാട്ടർ, ഫുൾ ടൈം ഹോട്ട് വാട്ടർ ഉണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോയിൽ നിന്ന് കാണുന്ന കാഴ്ച. അതാ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറേ മോമോസ് കടകളും കുറച്ച് ഷോപ്പിംഗ് കടകളൊക്കെ കണ്ടിരുന്നു അവിടെ നിന്ന്. എന്നാൽ നമുക്കത് കുറച്ച് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡിന്നർ ടൈം 8:30 to 9 ആണ്. അപ്പോൾ അതിന് മുന്നേ എത്തണമെന്ന് പറഞ്ഞിരുന്നു. 9 o'clock ആകുമ്പോൾ ഡിന്നർ കഴിയും. നമുക്ക് ഹോട്ടലിൽ നിന്ന് അത് ഫ്രീ ആണല്ലോ. അപ്പം നമ്മൾ എന്നാൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇവിടെ നല്ല കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ടായിരുന്നു. അത്യാവശ്യം വില കുറവില്ല. ഒരു 50-100 എന്ന് പറഞ്ഞ ഷോപ്പ്. ഇവിടെ ഏത് സാധനം എടുത്താലും 50ക്കും 100നും നല്ല ഷോപ്പ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ വിചാരിച്ചു നമുക്കിവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന്. അപ്പം നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു നിങ്ങൾ ടിംഫുവിനേക്കാളും നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടുന്ന പാറോയിലാണ്. പക്ഷെ നമുക്കതൊരു അബദ്ധം പറ്റി. ഈ ടിംഫു ഈ ഷോപ്പിൽ നല്ല ലാഭമായിരുന്നു. കുറേ നമ്മുടെ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതായത് പാത്രങ്ങൾ, നമ്മൾ ഈ സ്ക്രേപ്പേഴ്സ്, കുറേ നമ്മൾ ബൗൾസൊക്കെ ഇല്ലേ, നല്ല ബൗൾസ്, അതായത് ചൈനയിൽ നിന്നും ഈ ബാങ്കോക്ക് അവിടെ നിന്നൊക്കെ വരുന്ന നല്ല നല്ല പാത്രങ്ങളുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ കേട്ടോ. അത് ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ലാഭത്തിലും കിട്ടും. 2 എണ്ണമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 100 rupees ബൗൾസ്, പ്ലേറ്റുകൾ, അത് ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവം ഉണ്ടായിരുന്നു. അതിൽ 1-2 പേരൊക്കെ വാങ്ങിയിരുന്നു. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് നാളെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ, നാളെ ഉണ്ടല്ലോ ഇവിടെ സ്റ്റേ, അപ്പോൾ നാളെ വൈകിട്ട് വന്ന് വാങ്ങാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. നമ്മൾ അന്നേരം എല്ലാവരും പറഞ്ഞ ടിംഫുവിനേക്കാളും നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത് പാറോയിലാണ്. എന്നാൽ ശരി പാറോയിൽ പോകാം. പക്ഷേ പാറോയിലൊന്നും അധികം നമുക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. ഈ ഷോപ്പിൽ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോഴും വിചാരിക്കുന്നു അയ്യോ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതെല്ലാം വാങ്ങണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മുടെ ഡിന്നർ ടൈമായി. ഇപ്പം നമ്മളെല്ലാവരും ഡിന്നർ കഴിച്ച് നല്ല ടയേർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒക്കെ ഡിന്നറൊക്കെ കഴിച്ച് നാളത്തേക്ക് ഫ്രഷായിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡിന്നർ ടൈമും കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു ഡിന്നറിന്. അതും കഴിച്ച് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്തു.